കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ CPMൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ജോയൽ കൊലപാതക കേസിൽ പ്രതിയാകുന്നത് എങ്ങനെയാണ്, ഈ സാഹചര്യത്തിലാണ്, ഒന്നാം പ്രതിയാണ് എന്നാണ് CPM പറയുന്നത്. 2013 ഇപ്പോൾ പോയ ഇന്നോവയല്ലേ, ആ ഇന്നോവ കാറിൽ പിന്നെ ആ വീട്, അന്ന് ഈ വീടും ആ വീടും എല്ലാം ഇവിടെ അടുത്ത് ഞങ്ങൾ ബന്ധുക്കളാണ്. അന്ന് രാത്രി ഞാൻ സർക്കാർ ജോലിക്കാരനായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഒരു പെരവസ്തുലി നടന്ന സമയത്ത് ഉള്ള കാറിലും വന്ന് നമ്മുടെ ഇടിച്ചിട്ടു. അപ്പം ഞാൻ എൻ്റെ അനുജനോട് ചോദിച്ചോടാ വണ്ടി വന്നല്ല ഇടിച്ചിട്ടില്ല എന്ന്. അവൻ പറഞ്ഞു അച്ഛാ നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലും പോരുന്നു, അവൻ്റെ വീട്ടിലും പോയി. അന്ന് രാത്രി 11:30 മണിക്കാണ് എൻ്റെ വീട് കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ അന്ന് പാർട്ടിയിൽ അടൂർ ഏതോ ഒരു സമ്മേളനം നടക്കുന്നതിന് അവിടെ കൊടികൾ തോരണം കെട്ടുമായിരുന്നു. എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എൻ്റെ ഇളയ മോനും അവനെയും ഫോൺ ചെയ്തപ്പം 11:30 മണി കഴിഞ്ഞ് അവൻ ഇവിടെ വരുന്നത്. അവൻ നിരപരാധിയാണ്. അവൻ ഈ സംഭവം ഒന്നും അടു കിടക്കുന്നവൻ ഇവിടെ വന്നു. അതിന് മുമ്പ് ഇവിടെ കൂട്ടയടിയായി കഴിഞ്ഞപ്പോൾ ആരോ കുത്തി. അത് ആരാണ് കുത്തേറ്റതും മരിച്ചതും? അത് പിന്നെ ബാബു എന്ന് പറഞ്ഞ ആളാണ് മരിച്ചത്. പക്ഷേ ആ കേസ് 2013 നടന്ന സംഭവമാണ്. 2013 നടന്ന സംഭവം 2020 ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അന്തരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ സ്ഥിതി എന്തായി? ജോയൽ മരിക്കുമ്പോൾ ആ കേസിൻ്റെ സ്ഥിതി എന്തായിരുന്നു? ജോയൽ മരിക്കുമ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ കേസ് ആരാന്നുള്ള അറിയാത്തത് കൊണ്ട് രണ്ട് കൂട്ടരും വാദിയും പ്രതിയും, അവരും പ്രതിയാണ്, ഞങ്ങളും പ്രതിയാണ്. ഞങ്ങളും വാദിയാണ്, അവരും വാദികളാണ്. ആ കേസ് ഇപ്പം എല്ലാവരെയും പിന്നെ സാക്ഷിമൊഴികളെല്ലാം ആരും കണ്ടില്ല. ആരും ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ഞങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ രണ്ട് കൂട്ടരും കണ്ടില്ല. ആ കാണാത്ത പിന്നെ ഒരു വ്യക്തിക്ക് ശിക്ഷ എങ്ങനെ വരുന്നു? ആ കേസ് ഇപ്പം വിധി പറയാനായിട്ട് വെച്ചിരിക്കുക. ഇന്നലെയായിരുന്നു ആ കേസിൻ്റെ അവധി 1. ഇനി 16-ാം തീയതി വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, മരണകാരണം ഹൃദയാഘാതമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കസ്റ്റഡി മർദ്ദനം എന്നുള്ള ആരോപണങ്ങളെ CPM തള്ളിക്കളയുകയാണ്. ആ CPM തള്ളിക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കത്തില്ല. CPM വേണ്ടി, പാർട്ടിക്ക് വേണ്ടി അവൻ്റെ 16 വയസ്സ് മുതൽ അവന് ഈ മരിക്കുന്ന 29 വയസ്സും പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയെ ഇന്ന് എന്തുകൊണ്ടാണ് അവർ എൻ്റെ മോൻ മരിച്ചപ്പം അവരുടെ പതാക കൊണ്ടുവന്ന് അവൻ്റെ ദേഹത്തിട്ട് അവർ ഈങ്കല വിളിച്ച എന്തിനാ? അതാണ് എനിക്കറിയേണ്ടത്. അവൻ പാർട്ടിക്കാരനല്ലെന്നുണ്ടെങ്കിൽ കൊലപാതക കേസിൽ പ്രതിയായതോടുകൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് ആ പതാക വെച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ ദേഹത്ത് പതാക ഇടുവോ? അവരുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൻ്റെ പതാക ഇടുവോ? വർഷാവർഷം അനുസ്മരണ സമ്മേളനം നടത്തിയിട്ടുണ്ടെന്ന് അങ്ങ് സൂചിപ്പിച്ചിരുന്നു. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. അവർ 2 പ്രാവശ്യം അവർ നടത്തി. അവരുടെ പിന്നെ പാർട്ടിയുടെ ഇതിൽ വെച്ചിട്ട് അവർ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങളതിനെ താല്പര്യപ്പെടാത്തത് കൊണ്ട്, വീട്ടുകാർ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ എൻ്റെ മോൻ്റെ മരണത്തിന് വേണ്ടി പാവങ്ങളെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയെന്ന് അങ്ങും കുടുംബാംഗങ്ങളും ആരോപിക്കുന്ന ബിജു, മുൻ സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹം ഈ മർദ്ദനത്തെക്കുറിച്ച് പിന്നീട് അങ്ങയോട് പറഞ്ഞത് എന്താണ്? അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മോൻ്റെ കാറ് ജാമ്യത്തിലെടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ എന്നെ വിളിച്ചിരുത്തിയിട്ട് അയാൾ പറഞ്ഞത് ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്, ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാനപ്പോൾ എടുത്ത് ചോദിച്ചു, സാറേ ആരെൻ്റെ സാറിൻ്റെ വിളിച്ച് പറഞ്ഞ ഫോൺ ആരാണ്? അത് ഞാൻ സർവീസിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ശരിയാണ്, അയാളൊരു സർവീസിലിരിക്കുമ്പോൾ അയാൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അയാളുടെ ജീവനെ അയാൾക്ക് പേടിച്ചേ പറ്റുള്ളൂ. ആരാണ് അങ്ങനെ നിർദ്ദേശം കൊടുത്തത്? സംശയിക്കുന്ന ആരെയാണ്? നമ്മളിപ്പോൾ സംശയിക്കാൻ ഇപ്പോൾ ഈ മനോജ് എന്ന് പറഞ്ഞ ആൾ പിന്നെ ഇപ്പോൾ ചാനലിൽ പറഞ്ഞിട്ട് അവൻ പാർട്ടിക്കാരനല്ല, അവൻ പാർട്ടിയിൽ നിന്ന് അവനെ പുറത്താക്കിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അന്നേരം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളല്ലോ ഇത് പിന്നെ പാർട്ടിക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിക്കാരുടെ കള്ളങ്ങൾ വെളിച്ചത്ത് വരുമെന്നുള്ളത് വെച്ചുകൊണ്ട് ഇവനെ തീർത്ത് കളഞ്ഞു. അത്രയേ ഉള്ളൂ. എന്ത് കള്ളങ്ങളാണ് അത്? പിന്നെ വെള്ളപ്പൊക്കത്തിനുള്ള ഫണ്ടുകളുണ്ട്. പിന്നെ പാർട്ടി അങ്ങനെ ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ടില്ല എന്നാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്തിനാണ് പിന്നെ അവർ ഇത് ക്രൈംബ്രാഞ്ച് വരെ പോയ കേസാണ്. എൻ്റെ മോനും ഈ പിന്നെ ക്രൈംബ്രാഞ്ചിൽ വിളിച്ചതാണ്. എൻ്റെ മോനെയും ക്രൈംബ്രാഞ്ചിൽ വിളിച്ചിട്ട് അന്വേഷണം നടത്തിയതാണ് ഇങ്ങനെയുള്ള ഇതിൽ തിരുവനന്തപുരത്ത്. എൻ്റെ മോൻ എന്നോട് പറഞ്ഞാണല്ലോ, എൻ്റെ മോനായിരുന്നു അവരുടെ ഡ്രൈവർ. അങ്ങനെ പോയിട്ടുള്ളതാണ്. ആരുടെ ഡ്രൈവർ? ഈ പറയുന്ന പാർട്ടിക്കാരുടെ ഡ്രൈവറായിരുന്നു അവൻ. അങ്ങനെ ക്രൈംബ്രാഞ്ച് അവനെയും വിളിച്ചതാണ്. എന്നിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. 2-3 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്തിന്? അപ്പോൾ പാർട്ടി നടത്തിയ സകല കള്ളത്തരങ്ങളും ഇത് പുറത്തു വരും.
പുറത്ത് വരാം. അപ്പോൾ അവനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്ത് വരുത്തില്ലല്ലോ. ഇത് ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ജോലി സംബന്ധമായി തട്ടിപ്പ് നടത്തിയതിൻ്റെ എല്ലാം പത്രത്തിൽ വന്ന വാർത്തകളുണ്ട്. ജോലി സംബന്ധമായ തട്ടിപ്പെന്ന് പറഞ്ഞാൽ അത് തന്നെ ജോലി തട്ടിപ്പെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ജോലിയൊക്കെ വാങ്ങി കൊടുക്കാനുള്ള ഒരു തട്ടിപ്പുണ്ട്. അതെല്ലാം പത്രക്കട്ടിങ്ങിനകത്താണ്, അതിൻ്റെ ഇതിനകത്തുണ്ട്. ആരാണ് അതിനകത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളത്? അത് അതിനകത്ത് ആരോപണ വിധേയരെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കാണാതെ പറയാൻ പറ്റുന്നത് അവർ ഈ മൊബൈലിനകത്തുണ്ട്, ആ പത്രത്തിനകത്തുള്ള ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് തരാം. അത് തരുമ്പോൾ നിങ്ങളത് നോക്കിയിടുക. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒക്കെ പ്രതിയായിട്ടുള്ള കേസാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അതിനകത്തിൽ ഈ ജോയലിന് എന്താണ് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ജോയൽ എന്ന് പറഞ്ഞാൽ അവരുടെ വണ്ടി ഓടിച്ച് പോകുന്ന ഡ്രൈവറല്ലേ, അപ്പോൾ അവർക്ക് അറിയാതിരിക്കാം. അന്ന് എനിക്കറിയത്തില്ലല്ലോ. അവൻ മക്കളല്ലേ, അവർ എന്തിനാണ് പാർട്ടിയുടെ 24 മണിക്കൂറും പാർട്ടിയുടെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അവന് കുഴപ്പമില്ലെന്ന് നമ്മൾ വിചാരിച്ചു. ഞാൻ പറഞ്ഞ പാർട്ടിയിൽ നിന്ന് മാറിക്കാം. പാർട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും അവർ കൊല്ലും, പാർട്ടിയിൽ നിന്ന് മാറിയാലും കൊല്ലും, പാർട്ടിയിൽ പോയില്ലേലും അവർ കൊല്ലും. ഇപ്പം രണ്ടും അവനെ തീർത്ത് കളഞ്ഞില്ലേ. ആര് തീർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്? ഇപ്പം ഈ പറയുന്ന ഈ മനോജ് രംഗത്ത് വന്ന സ്ഥിതിക്ക് എനിക്ക് ബലമായ സംശയം എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞിട്ട് തന്നെ ഈ ബിജു ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബാക്കി പോലീസുകാരും ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വ്യക്തമായി പറയാൻ പറ്റുള്ളൂ. കസ്റ്റഡി മരണം നടന്നത് 2020 ജനുവരി മാസം 1-ാം തീയതിയാണ്. ജോയലിൻ്റെ മരണം എന്ന് പറയുന്നത് മെയ് മാസം 22-നാണ്. ഈ മരണശേഷം കസ്റ്റഡി മരണത്തെക്കുറിച്ച് തുടക്കത്തിലൊന്നും പരാതി പറയാതിരുന്ന കുടുംബം മരണശേഷം മാത്രം ആരോപണം ഉന്നയിക്കുന്നു എന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളെന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. അല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പാർട്ടിക്ക് AK സെൻറ്ററിൽ ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അവിടുന്ന് അവർ പത്തനംതിട്ടയ്ക്ക് ഇടാമെന്ന് പറഞ്ഞു. പത്തനംതിട്ടയിൽ പിന്നെ പാർട്ടിയുടെ ഇതിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന് വരെ അവർ മറുപടി തന്നിട്ടില്ല. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ലല്ലോ. എൻ്റെ മോൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ AKG സെൻറ്ററിൽ തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ കൊണ്ടുവന്ന് നേരിട്ട് കൊടുത്ത പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അല്ല, മരണത്തിന് മുൻപ് കുടുംബാംഗങ്ങൾ ആരും തന്നെ കസ്റ്റഡി മർദ്ദനം എന്നുള്ള പരാതി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി ഒരു സംശയമായി പറയുന്നത്. പാർട്ടി സംശയമായി പറയുന്നത് പാർട്ടി സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൈവറ്റായിട്ട് കേസ് ഞാൻ അടിച്ചു. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടത്തില്ല. അത് പറയുന്നത് നിങ്ങൾക്കും അറിയാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാത്തതുകൊണ്ട് പ്രൈവറ്റായിട്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. CCTVയിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആ വിഷ്വൽ എടുക്കണം. ആ വിഷ്വൽ തരുമ്പോൾ അവർക്കറിയാം. ഞാൻ പറയുന്നത് കള്ളമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ശിക്ഷ വരട്ടെ. ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ ഫ്രണ്ടിൽ അവർ അപ്പുറത്തോ ഇപ്പുറത്തോ മുറിയിൽ നിന്ന് വെച്ചല്ല, നേരെ കയറി ചെല്ലുന്ന ഫ്രണ്ടിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അവരതിൻ്റെ വിഷ്വൽ തന്നാൽ മതി. അപ്പോൾ ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. അതിനുശേഷം ഞങ്ങൾ ഈ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് കൊടുത്തിരിക്കുന്നതൊക്കെ വെറുതെയാണ് നമ്മൾ തീരുമാനിക്കാൻ. നമുക്ക് അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറ്. പക്ഷേ ഈ വിഷ്വൽ തരണം. കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നാണ് ജോയലിൻ്റെ മരണം എന്നുള്ള ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. പോലീസുകാരെ കൊണ്ട് പാർട്ടിയിലെ ചില ഉന്നതർ ചെയ്യിപ്പിച്ചതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നും അവർ സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിയമപോരാട്ടം തുടരുമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ നിലപാട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.